സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെതുമായ ജീവിതം നയിച്ച കൊച്ചുമാലാഖ സ്വർഗത്തിലേക്ക് പറന്നുയരുവാൻ തുടങ്ങി. തൻ്റെ മരണത്തെ മുന്നിൽ കണ്ട കൊച്ചുത്രേസ്യ ദൈവീക പ്രചോദനത്താൽ 1897 ജൂലൈ 17 തൻ്റെ സമീപത്ത് നിന്നവരോടായി പറഞ്ഞു: എൻ്റെ ദൗത്യം ആരംഭിക്കുവാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. നല്ല ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെ കൊണ്ടും സ്നേഹിപ്പിക്കുന്നതിനും എൻ്റെ കൊച്ചുവഴി ആത്മാക്കളെ പഠിപ്പിക്കുന്നതിനുമുള്ള ദൗത്യം നല്ല ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന പക്ഷം എൻ്റെ സ്വർഗീയ ജീവിതം ഞാൻ ലോകാവസാനം വരെയും ഭൂമിയിൽ ചിലവഴിക്കും. അതെ, എൻ്റെ സ്വർഗജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 3 വയസ്സ് മുതൽ ദൈവം എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒന്നും നിരാകരിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ ഏത് പ്രാർത്ഥനയും എനിക്ക് സാധിച്ചു തരും. 1897 സെപ്റ്റംബർ 30 കൊച്ചുത്രേസ്യയുടെ രോഗം മൂർച്ഛിച്ചു. മുഖം വിളറി, ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂകി. മരണം തന്നെ സമീപിച്ചിരിക്കുന്നതായി അവൾക്ക് ബോധ്യമായി. പാദങ്ങൾ മഞ്ഞുകട്ട പോലെ തണുത്തു. വേദന കൊണ്ട് കണ്ണുനീർ തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. അമ്മേ, മരണവേദന ഇതുവരെയും ആയിട്ടില്ലേ? ഞാൻ മരിക്കാറായില്ലേ? അവൾ മദറിനോട് ചോദിച്ചു. ആയിട്ടുണ്ട് എൻ്റെ സാധു കുഞ്ഞ്. ഇതുപോലെയാണ് മരണവേദന, മദർ പറഞ്ഞു. തൻ്റെ മുമ്പിൽ കണ്ട കർമ്മലറാണിയുടെ രൂപത്തെ നോക്കിക്കൊണ്ട് മഠാധിപിയോട് കൊച്ചുത്രേസ്യ പറഞ്ഞു: അമ്മേ, വേഗം വന്ന് മരണത്തിനായി എന്നെ ഒരുക്കുക. അവൾ തൻ്റെ ജീവിതാന്ത്യത്തിൽ പാടുവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഈരടികൾ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയിട്ടുണ്ടാവണം. എൻ്റെ ആയുഷ്കാലത്തിൻ്റെ പ്രഭാതത്തിൽ എന്നെ നോക്കി പുഞ്ചിരി തൂകിയ അമ്മേ, ഒരിക്കൽ കൂടി വന്ന് എന്നെ നോക്കി പുഞ്ചിരി തൂകണമേ. ഇതാ സായാഹ്നം സമാഗതമായിരിക്കുന്നു. കൊച്ചുത്രേസ്യ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് തനിക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കിരീടത്തിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. പൗലോസ്ലീഹായോട് അവളും പറയുന്നു കാണണം: ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയാസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.